മൈ ഗൈസ്, വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ച് നമ്മൾ ആദ്യത്തെ ലൊക്കേഷന് വന്നിരിക്കുകയാണ്. ഇതാണ് ലൊക്കേഷൻ, കാണിക്കാം. ഫുഡേ കാണുന്നത് അല്ലേ, അരിക് നഗർ അന്ന സൂവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലോ ഏഷ്യയിലോ വെച്ചിട്ട് ഇന്ത്യയിലും തോന്നട്ടോ ഏറ്റവും വലിയ ഇത്. ശരിഫ, ഇന്ത്യയിലോ ഏഷ്യയിലോ? സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഏറ്റവും വലിയ പാർക്ക്. നമുക്ക് നോക്കാം എങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഉണ്ട് എന്ന്. ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു വാട്ടർ ഫാൾസ് രീതിക്ക് ആർട്ടിഫിഷ്യൽ വാട്ടർ ഫാൾസ് കാണുന്നുണ്ട് ഗൈസ്. അതാണ് ആർട്ടിഫിഷ്യൽ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്നുണ്ട്. ഇതാണ് അന്ന സൂവോളജിക്കൽ പാർക്കിലെ ഈ പാറേൻ്റെ അകത്തേക്ക് പോവാണ്. ആഹാ, നല്ല ഗുഹ സ്റ്റൈൽ, ആർട്ടിഫിഷ്യൽ ഗുഹ. ആഹാ, തണുപ്പുണ്ട് ഗൈസ്, തണുപ്പുണ്ട് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും. എൻട്രി വില അത് നേർസ് അല്ലല്ലേ ഗൈസ്. ഞാൻ വിചാരിച്ചു അവിടെയുള്ള സീബ്രയും സത്യമാണ്, പക്ഷെ ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്. നമുക്ക് മൈസൂർ സൂവിൽ ഇല്ലാത്തത് എന്തുണ്ടെന്ന് ഇവിടെ കണ്ടെത്താം. ഓക്കെ, മൈസൂർ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടല്ലോ, നമ്മളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. സിംഹം പാഞ്ഞു കയറാൻ നോക്കുകയാണ് ഇപ്പോൾ, പക്ഷെ അതിന് പാറക്കല്ലിലത് സിംഹത്തിൻ്റെ അടുത്ത് പോകാനെന്ന് തോന്നുന്നു. മറ്റേ ലയൺ ആൻഡ് ഡീർ കാട്ടിലെ സഫാരി ഭയങ്കര വെയിറ്റിംഗ് ചിക്കൻ. സിംഹത്തിന് നോക്കിയ ഐ ആം വെയിറ്റിംഗ്. എന്താണ് ഗൈസ്, ഇങ്ങനെ പോണം. உங்களுக்கு புரியாதுடா, அங்கே டிக்கெட்டு கிடைக்கல. പൈസ എല്ലാം പോയിന്. ഒരാഴ്ച ജിമ്മിന് പോകാം, ഒരാഴ്ച ജിമ്മിന് പോകാതെ, അതുകൊണ്ട് അതെല്ലാം പോയി ഗൈസ്. അങ്ങനെ സഫാരി ടിക്കറ്റ് എടുത്തു, പെർ ഹെഡ് 150. ഓക്കെ, നമ്മ കാട്ടിലെ സിംഹം പാപ്പം ഞാൻ വാങ്ങിച്ചു കൊടുക്കാം, കൊടുത്തിട്ട് ഞാൻ ബില്ല് അയക്കാം. വൈൽഡ് ആനിമൽസിൽ പെടാത്ത സാധനം അവിടെ ഉണ്ട്. അറിഞ്ഞ രണ്ട് പേർ ഇരിക്കണാൽ ഒരുമാതിരി മൂഞ്ച പരിപാടി. ഇവിടെ ഇരുന്ന് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു, ഇനിയും പുറപ്പെട്ടിക്കില്ല. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാൻ ഇട്ടായിരുന്നു, അതിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല. വിളിക്കടാ, സമയമായി 11 കഴിഞ്ഞ്. ഇങ്ങനെ പോയാ സിംഹത്തെ കാണുമോന്ന് അറിയില്ല. ലെറ്റ്സ് ഹോപ്പ്. പോയിടാ പിന്നെയും. ആ ഒരു ബസ്സിനാണ് കാക്കണത്, അതിൻ്റെ ഡൈബറും വരുന്നില്ല, കണ്ടക്ടറും പോകുന്നില്ല. ഡൈബർ ഗൈസ് ഫൈനലി പോവാണ്. ബന്ധാ മാറിപ്പോ. നമുക്ക് കയറാം. സൺ ടി വി ഇനീഷ്യേറ്റീവ് ബൈ സൺ ടി വി സ്പോൺസർ ആക്കിയടാ ബസ്. കയറിക്കാം.
അത് വന്നിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ മൃഗം കാണും. ഓക്കെ, 45 minutes ആലോ. ജനവരി പുറത്തിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. മാന് 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 ഗൈസ്. ആ സൈഡ് ഇല്ല, ആ സൈഡ് അവിടെ അവിടെ വേറെ ഒരു മാൻ അടുവാ ഗൈസ്. വേറെ മാൻ പുള്ളിമാനല്ലേ ഗൈസ്. അവിടെ ഉണ്ട് മാനെ, കാണുന്നോന്ന് അറിയില്ല, ക്യാമറയിൽ കാണൂല. ഓക്കെ, ക്യാമറയിൽ കാണുന്നില്ല ഗൈസ്. എൻ്റെ പൊന്നോ, ഫോട്ടോ നല്ല കിട്ടും നോക്ക്. അങ്ങനെ ടീർ കണ്ടു. ഇപ്പോൾ ലയൺ ലയൺ സിംഹത്തിന്റെ അകത്ത് കിടക്കാണ്. സിംഹവും ടീറും വേട്ടയാടുന്ന സീന് കാണണമായിരുന്നു. അതൊരു ആഗ്രഹമായിരുന്നു. അത് ഇവിടെ നടക്കുമല്ലോ. നമുക്കത് ഈജിപ്തിലോ യൂറോപ്പിലോ അവിടേക്ക് എവിടെ യൂറോപ്യൻ കൺട്രീസിൽ ഏതൊരു കൺട്രിയിലല്ല അങ്ങനെ ഓപ്പണിൽ കാണുന്നത്. നമുക്ക് നമുക്ക് അങ്ങോട്ട് പോയി അവിടെ കാണാം ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ഗൈസ്. സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. ഒരു ഗേറ്റ് കഴിഞ്ഞ അടുത്ത ഗേറ്റ് ഇതാ വരി ഇവിടെ വന്ന് തുറക്കുന്നില്ല, റിമോട്ടിലാ. ഓ അപ്പൊ ഉണ്ട്, സേഫ്റ്റി ഉണ്ട്. ഈ തുറക്കണ സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കും. അങ്ങനല്ലേ വരണല്ലേ. ഇപ്പോൾ ഇവിടെ തുറന്നു, ബാക്കിൽ വന്നിരിക്കണേ. നമ്മുടെ ആഗ്രഹം സിനിമ ഇപ്പൊ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നാണ്. ആ ഒരു ഫീൽ. എന്താ ഇവിടെ ബസ്? അങ്ങനെ ഒരു ബസ്സും കൂടി ഇവിടെ ഉണ്ട് ഗൈസ്. ഒരു ബസ്സല്ല. സിംഹം കാണുമോന്നറിയില്ല, മൂഞ്ചോന്നും അറിയില്ല. ഭാഗ്യമുണ്ടെങ്കിൽ സിംഹത്തെ കാണും. ഗൈസ് പ്ലാനെ വെച്ചിട്ടുള്ള ഇങ്ങനെയാണ് ഗൈസ്. ഞാൻ വിചാരിച്ചു ഫോറസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇത് കുറച്ച് ഫ്രണ്ട് എടുക്കുക. ബാക്കോട്ടോ ഗ്ലാസ് ക്ലിയർ ഇല്ല. ഇതിന്റെ ഉള്ളില് അവിടെ കടന്നു നോക്കി ഗൈസ്. കടന്നിട്ടുണ്ട്. നിനക്കത് കിട്ടോ? അവിടെ ഒന്ന് കടന്നിട്ടുണ്ട് ഗൈസ്. ഭയങ്കര കടുത്തല. Guys, scene. Yay, the big cat. Wow. ഉഗ്രടുത്തനടാ. The big cat. Guys, പിള്ളേരുടെ എക്സൈറ്റ്മെന്റ് നോക്കിയേ. എണിച്ചു.
നിങ്ങൾക്ക് അത് ഞാനിപ്പോ അറിയാതെ ഇരിക്കാം. നീ അതിന്റെ അകത്തുള്ളവന്നാണ് ഞാൻ എണീക്കാത്തത്. നീ ധീരത ഏത് ഡയലോഗ് സീമത്തിനെ മനസ്സിലായി. സിമം ബൈ ബൈ ബൈ. എണിക്കടാ മച്ചി, എണിക്ക് മച്ചാനെ. സെൽഫി വിത്ത് സിംഹ. ഗൈസ് പോവാണെന്ന് തോന്നുന്നു. ഗേറ്റ് തുറക്കണ കാണുന്നുണ്ട് ഗൈസ്. മറ്റേ മീശക്കാരൻ അകത്ത് പോയിട്ട് ഇരുന്നോണ്ട് പുറത്ത് കാണണമായിരുന്നു. ഇരയെ പിടിക്കുന്നതും കാണണമായിരുന്നു. ഏത് രീതിക്കാവട്ടെ. എടാ നമ്മൾ ഈയിലെ പോയതല്ലേ, ഇത് വേറെ റൂട്ടാ ആണോ? സിമ്മ തടുത്ത് കണ്ട്. ഓക്കെ, ഇതിനേക്കാളും കുറച്ചും കൂടി അഡ്വഞ്ചർ വേണം. എവിടെ സംഭവിക്കുമെന്ന് അറിയില്ല. പുറത്തില്ലേ പോയാൽ ഗൈസ് വേറെ റൂട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അടുത്ത വേറെ എന്തെങ്കിലും കാണാൻ പറ്റുമോ. ഇല്ല, തിരിച്ച് പോവാണോന്നും അറിയില്ല. പുലിയുണ്ട് ഇവിടെ. നമ്മൾ നടന്നുകൊണ്ട് വരിക. പിന്നെ പുള്ളിമാൻ അവിടെ നിന്ന് തിന്നുന്നുണ്ട്. അപ്പുറം ഒന്നുണ്ട്. ഇതിൽ കാണുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നല്ല പ്രൊഫഷണൽ ക്യാമറയിലൊക്കെ കൊടുന്ന് അത് കാണാം ഗൈസ്. വീണ്ടും മാൻ, അടുത്ത മാൻ വേണ്ടിത്രണ്ട് ഗൈസ്. ഗൈസ് ബസ് സഫാരി കഴിഞ്ഞു. ഇനി നമുക്ക് നടന്ന സഫാരി ചെയ്യാം. നമ്മളെ ഡ്രൈവർ ചെക്കാണ്. നല്ല ആൾക്കാരുണ്ട്. വിസ്മയ നമുക്ക് താടിയുള്ള സിംഹത്തെ പുറത്ത് കാണുന്ന ആഗ്രഹം ഉണ്ടായി. അത് നടന്നില്ല. കുറച്ചും കൂടി അഡ്വഞ്ചർ ആവണം ഇനി. വേറെ പക്കം നോക്കണം. അവിടെ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കി വരാം. ഉണ്ടാവും, ഫെൻസ് ഇട്ടിട്ടുണ്ട്. ഗൈസ് ഇത് കഴിഞ്ഞ് പേരിട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ കോൾ എടുക്കണമെന്നില്ല. ഞാൻ 3 പ്രാവശ്യം വിളിച്ചു. കിട്ടണില്ല ഗൈസ്, കിട്ടണില്ല. സിംഹപാലക്കരിങ്ങി നമ്മളെ അതിന് സർക്കസ് കളിക്കാനുള്ള കളിപ്പട്ടും ഗുഹയും ഊഞ്ഞാലും ഇതാ അവിടെ ഉണ്ട് ഗൈസ്. ഏതീർത്ഥം ഗൈസ്. അടുത്ത ടൈപ്പ് കുരങ്ങ്. ഇത് സിംഹത്തിൻ്റെ തല പോലെയുണ്ട്. തല ഇതെല്ലാം എന്ത് മസ്താ, ഭയങ്കര മസ്ത പോലെ കാണുന്നത്. കയറി കളിക്കാൻ കയറിക്കണേ. സൗണ്ട് ആക്കുന്നില്ലേ? ഗൈസ് പീ ഫൗൾ വീട്ടിന് മുറ്റത്തുണ്ടാകുന്ന ടൈപ്പല്ലേ. നിങ്ങളെ വെളുത്ത പീക്കൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടാ, ലൈഫിൽ ആദ്യമായിട്ടേ. വെറൈറ്റി സാധനം കിട്ടി എൻ്റെ പൊന്നു. എവിടെ ഏയ് സീന് ഗൈസ്, അങ്ങോട്ടോ. എൻ്റെ പൊന്നു ജയിച്ച്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അതും ആദ്യമായിട്ട് കാണുന്ന ഗൈസ്. ഉള്ളിലേക്ക് പോറാ കടന്നിട്ട്. ഏയ് കടന്നിട്ട് പോ ഗൈസ്. സീൻ ഗ്ലാസ്സിലെന്തോ കാണുന്നില്ലടാ. മൗസ് ഡീർ ഉണ്ട് അവിടെ, കാണുന്നില്ല. അവിടെ ഉണ്ട് ഒളിച്ചു നിന്നിട്ടുണ്ടേ. ബട്ടർഫ്ലൈ പാർക്ക് ആദ്യമായിട്ട്. ബട്ടർഫ്ലൈ എല്ലാം സാധാരണ ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഇവിടെ വെറൈറ്റി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. വെറൈറ്റി ഉണ്ടാകുന്നതാണ് അർത്ഥം. ബട്ടർഫ്ലൈ
അതിൽ തേനില്ല എന്തോ. വാവ് ഗൈസ്, അങ്ങനെ ബട്ടർഫ്ലൈ കണ്ട് ഉണ്ടായി വെറൈറ്റി 2-3 തരം നാട്ടിൽ കാണാതെ. 2-3 തരം. ഞാൻ 3 ഇങ്ങനെയാണ് കാണിച്ചത്. അവന് 2+3 ആക്കി. അതെ 2-3 ആഫ്രിക്കൻ കുരങ്ങ്. ഷെരീഫിൻ്റെ ഫ്രണ്ട്സ്. ഗൈസ്, ബേർഡ്സിൻ്റെ ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സ്പാറകളെ സൗണ്ട് നോക്ക് ഗൈസ്. വാവ് വാവ്, എൻ്റെ പോലെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇത്. ഇവിടെയുണ്ട് ഗൈസ്. അവിടെ ഇങ്ങനെ മറ്റൊരു ജാതി. അവിടെ ഡീർ നോക്കി ഗൈസ്, ഡീർ. നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം ഗൈസ്. മാൻ ഇതൊരു വെറൈറ്റി. അവിടെ നോക്കിയേ, ഇതൊരു വെറൈറ്റി കോഴി. അതന്നെ ഫാസൻറ്റ് ഗൈസ്. ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. അതാ അവിടെ ഉണ്ടേ. ഇത് ലവ് ബേർഡ്സ് അല്ല, പാരറ്റ് സ്പീഷീസ് ഗൈസ്. മാനിന് ബാലുണ്ടെന്ന് ഞാൻ ഇപ്പോൾ കാണുന്നോ? ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അല്ല, ബേബി പിങ്ക് കളർ റിഹിയ. ഞാൻ വിചാരിച്ചത് ഓസ്ട്രിച്ച്. ഈസ്റ്റേൺ വൈറ്റ് ഷാർക്ക് അവിടെ ഉണ്ട്. ഇവിടെ ഒരു വമ്പൻ സാധനമുണ്ട്, വമ്പൻ സാധനം. ഇല്ല, എൻ്റെ തിരക്കുണ്ട്. സെയിം ഹൈറ്റ്. ഇത് 2-3 ഇയേഴ്സ് സെക്ഷൽ മെച്യൂരിറ്റി, 30 ദിവസം ഇൻക്യുബേഷൻ പീരീഡ്, 30-40 കൊല്ലം നിൽക്കും. ബാക്കി അതിലുണ്ടല്ലോ, ബാക്കിയിട്ട് സൂപ്പർ 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 സൂപ്പർ. വാവ്, പെണ്ണ് വന്നോ? അങ്ങനെയാ, അതിനെ കുറച്ച് കൊങ്കാട്ടം കാണിച്ചു കൊടുത്ത. എല്ലാരും ഇങ്ങനല്ലേ ഗൈസ്. ഇങ്ങോട്ട് നോക്കടാ, ഭയങ്കര ബാസായിന് ഗൈസ്. ആ, അങ്ങനെ ഇതാക്കിയാൽ പിക്ക് കിട്ടും. സദൻ കസവരി അവിടെ പോയിട്ട് ഒളിച്ചു നിന്നിനി. ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, നമ്മളോട് ചൊടിയാലോ. ഇത് നമ്മളെ ഓസ്ട്രിച്ച് കാക്കല്ല. ഇതല്ലേ ഉന്തിടുന്നേ കാട്ടുപോത്തുന്ന ഇതാ. പൊന്നു, ഇത് എത്രക്കുണ്ട് ഗൈസ്. പക്ഷെ പച്ചപ്പില്ലറ ഡേഞ്ചർ ഗൈസ്. ഡീറിൻ്റെ അടുത്തേക്ക് പോവാം ഗൈസ്. കുട്ടസ് കുത്താൻ വലിയ കൊമ്പില്ല. അത് ഞമ്മ ഫുഡ് എടുക്കണം. ഫുഡ് എടുക്കണോടാ. അത് ചെക്കാക്കി സെൽഫി. കുട്ടികൾ കളിക്കുന്ന നോക്കിയ പുള്ളിമാന് മാത്രമേ ഇത്ര പാവാം. ഫ്ലോപ്പായിട്ട് പോകുന്നില്ല. അതിലിങ്ങനെ സെൽഫി തരോ? വൈൽഡ് ഡൈസ് അവിടെ ഇരിക്കുക, നമുക്ക് കാണാൻ പറ്റും. ഡോങ്കിൻ്റെ മറ്റേ സാധനം ഫ്ലൈറ്റ് ഇഷ്ടം പോലെ പറക്കുന്നുണ്ട് ഗൈസ്. കാരണം മറ്റേ സൗണ്ട് ആക്കുന്ന
ഗൈസ് നടന്ന് ഒന്നാകെ ടയേർഡായിപ്പോയി. അടുത്ത സ്ഥലം അപ്പോൾ നേരത്തെ കണ്ട വൈറ്റ് ബിയറാ, ഇത് ഹിമാലയൻ ബ്ലാക്ക് ബിയറാണ്. പക്ഷെ കാണുന്നില്ല ഗൈസ്, എല്ലാവരും തേടി പോയി, എവിടെയോ പോയി ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ശരി മോഞ്ചി ഗൈസ്. ആൾക്കാരെടുക്ക് ഡിമാൻഡ് വിളിച്ചാൽ നോക്കുന്നില്ല. അപ്പോൾ വല്ല ചേലല്ലേ, പെണ്ണല്ലേ ഗൈസ്. ബംഗാൾ ടൈഗറിൽ ബംഗാളി. ഈ ബംഗാളി എടുക്ക തമിഴ്നാട്ടിൽ വന്നിരുന്ന പുലി, പിന്നെ ബംഗാളികളെ ഏറ്റവും ഗുണമുണ്ട്. ഒരു ടൈഗർ ഇവിടെ കിടന്നിട്ടുണ്ട് ഗൈസ്. കൂട്ടിനുള്ളിൽ പോയിട്ട് അവിടെ രണ്ടെണ്ണം ഉണ്ട് ഗൈസ്. ജാക്കിലല്ല, ഊഫ് ഗൈസ്. ലെപ്പാർഡ് ഇതിൻ്റെ അടുത്ത് എന്താ ഇത്? സ്വാൻ വെള്ളത്തിലുണ്ട്. നീ ഉള്ളിൽ കയറ്. അവിടെ വേറൊരു സ്പീഷീസ് ഉണ്ട് ഗൈസ്, മുകളിലുണ്ട് ഗൈസ്. സന്തോഷം. ഫുൾ മീൻ പിടിക്കൽ, വലയിടേണ്ട ആവശ്യമില്ല ഗൈസ്. എന്ത് മജ എടുക്കാൻ നോക്കിയത്, തല്ലാക്കുന്നത്. ബാ ഗൈസ്, ഇവിടെ കുറേ ഉണ്ട്. മീനുകളെ പിടിച്ച് തിന്നുന്നുണ്ട് ഗൈസ്. ഗൈസ് ഉടു നമ്മുടെ നാട്ടിൽ ഉടുമ്പെന്ന് പറയും. കാണുന്നേ, കാണുന്നില്ല. അനകൊണ്ട റെപ്റ്റൈൽസ് ഹൗസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. റസൽ വൈപ്പർ, വൈറ്റ് ടേക്കേഴ്സ് ബോവ, ഇത്ര ചേർന്നിട്ടാ സാൻഡ് ബോവ ഗൈസ്. ഇത് സാൻഡിലുള്ളതുകൊണ്ട് കാണുന്ന എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അനകൊണ്ട ഗൈസ് അകത്തുണ്ട്. ഇഗ്വാന ഇവിടെ ഉണ്ട്. അവിടെ ഒന്നുണ്ട് ഗൈസ്. എങ്ങനെ ട്രൈ ചെയ്തിട്ടും ക്രോക്കഡൈൽ വരുന്നില്ല. മിഞ്ഞാന്ന് സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ല. എത്ര സൗണ്ട് ആക്കി ഇത് എണിക്കണില്ല. എത്ര വലുത് അവിടെ ഒന്നുണ്ട് ഗൈസ്. നോക്കി എത്രക്ക് ഉണ്ടെന്ന് നോക്കുക ഗൈസ്. എങ്ങനെ ട്രൈ ചെയ്തിട്ടും നടക്കുന്നില്ല. ഭയങ്കര മസ്ത്. അത് പറയാം, നീ പോകുമ്പോനെ ദിനേശ ഇതിന്റെ അപ്പുറം കണ്ടവനാണേ ജോസേന്ന്. ഇവിടെ ആനയുണ്ട്. ഇവിടെയാണ് കാട്ടാന ഗൈസ്. കാട്ട് വന്നുണ്ട്.
ഗൈസ് ഇപ്പോൾ പൊട്ടാമസ് ഇനി വള്ളാനേ ഇല്ലടാ. ആ കളിക്കുന്നുണ്ട് ഗൈസ്. രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം. റൈനോസർ, കാണ്ടാമൃഗം. നോക്ക് ഗൈസ്, ഓസ്ട്രിച്ച് ഗൈസ്. സോ കാണുന്നത് ഓസ്ട്രിച്ച് എഗ്ഗാണ്. ഓസ്ട്രിച്ച് എഗ് അത് കാണലാണ്. ജിറാഫ് ഉണ്ട് ഗൈസ്, അങ്ങകലെ ആയിരിക്കാൻ തപ്പോയിട്ട് ബാറങ്ങോട്ട് നോക്കൂ ഗൈസ്. ഗൈസ് ഗൂമ ഗൂമ ആ പാട്ടോർമ്മയി അവളുടെ ഉള്ളിലേക്ക് പോവാണ്, അവള് കാണാനേ. ഇത് സൂപ്പറല്ലേ ഗൈസ്, കല്ല് ഹൊറർ എക്സ്പീരിയൻസ് ഗൈസ്. ഹൊറർ എൻ്റെ പൊന്നോ, ഇത് 3D ഡാ. Let's see. ഇവിടെ സിവിക്കിങ് കയറ്റുണ്ട് ഗൈസ്. ഇപ്പാണ് അർത്ഥം കിട്ടിയത്. CAT കാട്ടുപൂച്ച. മുള്ളംപന്നി മുള്ളംപന്നിയില്ല ഗൈസ്, ഫോട്ടോ മാത്രമേ ഉള്ളൂ. പുള്ളിമാൻ വേണ്ട എത്ര ഉണ്ട് ഗൈസ്. ഗൈസ് ആനാ എന്ത് സൂ കഴിഞ്ഞു, സൂ കഴിഞ്ഞു, എക്സിറ്റ് ചെയ്യാണ്. ഒരു കുൽഫി വാങ്ങിയിട്ടുണ്ട്. അടുത്ത നോക്കാം, നമുക്ക് ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ടെല്ലാം തീരുമാനിക്കാം ഗൈസ്. എന്താ പറയാ, എല്ലാവരും വരാ ഗൈസ്. സീബ്ര ഒന്നും ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഗൈസ്. ഏകദേശം എനിക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഏകദേശം അതും ഞാൻ പറഞ്ഞു. ആ പോയിന്റിൽ മിസ്റ്റേക്ക് കാണുന്നവനാണ് ഇവൻ. പെർഫെക്റ്റ് ആണ്. പിന്നെ വയറടി ആര് നോക്കൂല എന്നുള്ളൊരു ധൈര്യം ഗൈസ്. അങ്ങനെ നമ്മൾ സൂവിൽ നിന്ന് നേരെ ബസ് കയറി സെൻട്രലിലേക്ക് വന്നിരിക്കുകയാണ്. സെൻട്രൽ ചെന്നൈ, നിയർ നെഹ്റു സ്റ്റേഡിയം. ഓക്കെ ഗൈസ്, സ്റ്റേഡിയം കൊച്ചിയിലുള്ള അതേ ഒരു മോഡലിലാണ് ഇത് കാണുന്നത് ഗൈസ്. വലുപ്പം എനിക്കറിയില്ല. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. എല്ലാ നാട്ടിൽ ആരാരോ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മുടെ ഹോർസാണ് തലൈവർ. ഹൂസ് ഡ്രൈവ് വിത്ത് അണ്ടർസ്മേഡ് തിരുവല്ലൂർ. എഴുതിയിട്ടുണ്ട് ഗൈസ്. കുതിര.
ലഗേജ് അവിടെ വെച്ച് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ ഗാർഡൻ സംതിങ് ഉണ്ട്. ഇപ്പോൾ ഉള്ളത് നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ബാക്കിലാണ്. ഓക്കെ, DMK എൻ്റെ ആളത്. DMK ചെന്നൈ ഗൈസ്, വിജയ് ഫാനാന്നറിയില്ല, നല്ല പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഗാർഡൻ, ലേഡീസ് ഗാർഡൻ വന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്, പക്ഷെ ഇതില്ല, എന്തില്ല, വാട്ടർ അങ്ങനത്തെ എന്തില്ല, ഓൺലി ഫോർ ജോഗിങ് ദോസ് തിങ്സ്. ഭയങ്കര സങ്കടത്തിൻ്റെ മ്യൂസിക് കിട്ടുന്നുണ്ട്. ഓപ്പൺ ജിം ഉണ്ട് ഗൈസ്, ഓപ്പൺ ജിം മോശമല്ല ഗൈസ്. അങ്ങനെ കുറച്ചോ എന്തായി ഇച്ചിരി റെസ്റ്റ് എടുത്തിരുന്ന് ഗാർഡനിൽ. ഇനി എന്താ പരിപാടി, സമയം രാത്രിയായി, കടൽ കരയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോകണമെന്നുണ്ട്. നന്നായിട്ട് റൂം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നോക്കാം. പറയണം. പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കഴിച്ച്. അപ്പോൾ നാളെ രാവിലെ മ്യൂസിയം ഉണ്ടേ. മ്യൂസിയം പോകണോ? ബീച്ച് സൺറൈസ് ആണ്. നേരെ മ്യൂസിയത്തിലൂടെ നേരെ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അടുത്ത വ്ളോഗിൽ കാണാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.